പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിലാണ് ഇടിഞ്ഞു വീണത്. മൂന്നാം തവണയാണ് അതേ മതിൽ തകർന്നു വീഴുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു പ്രതികരണം കൂടി വരാനുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ കാലവർഷത്തെ സമയത്തും ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് ഈ മതിൽ ഇടിഞ്ഞു വീണ് ഇതേപോലെ ദുരിതമുണ്ടായതാണ്. 6.5 കോടി രൂപ മുതൽ മുടക്കിയിട്ടാണ് ഈ ഹൈസ്കൂളിന്റെ ചുറ്റുമതിൽ കേടുപാടുകൾ തീർത്തിയിട്ടുള്ളത്. ഇന്ന് വീണ്ടും ആ പൈസ മുഴുവൻ സാധാരണക്കാരന്റെ നികുതി പണം മുഴുവൻ മണ്ണിനടിയിലായിരിക്കുകയാണ്. സാധാരണക്കാരന്റെ നികുതി പണം നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്ത ഉത്തരവാദപ്പെട്ടവരെ നിയമത്തിന് മുകളിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷാരിഖ് നവാസ് വിവരവുമായി. ഷാരിഖ്, 6.5 കോടി ചുറ്റുമതിലിനോ? അതെന്ത് ചുറ്റുമതിലാണ്? രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് മൂന്നാമത്തെ തവണ പൊളിഞ്ഞു വീഴുന്നത്? ആഷ്മി, ഈ ചുറ്റുമതിലിന്റെ ചെലവ് എത്രയാണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. 6.5 കോടി എന്ന് അദ്ദേഹം, നാട്ടുകാരനായ ഒരാളുടെ പ്രതികരണമാണ് കേട്ടത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 6.5 കോടി എന്നാണ്. പക്ഷെ അതിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഈ മതിൽ മൂന്നാം തവണയാണ് തകർന്നു വീഴുന്നത് എന്നുള്ളത് ഒരു സത്യമായ കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഇതേ അധ്യയന വർഷത്തും ഇതേ മതിൽ തന്നെ തകർന്നു വീണിരുന്നു. ഇതിന് കാരണമെന്ന് സ്കൂൾ അധികൃതരും അല്ലെങ്കിൽ നാട്ടുകാരും പറയുന്നത് ഈ സ്കൂളിന്റെ മേൽക്കൂരയിൽ നിന്നും വീഴുന്ന വെള്ളം നേരിട്ട് ഈ മതിലിലേക്കാണ് പതിക്കുന്നത്. അതുമാത്രവുമല്ല, താഴത്ത് മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് കാരണം കൊണ്ടാണ് മതിൽ ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും കുട്ടികൾക്കോ മറ്റു അധ്യാപകർക്കോ അനധ്യാപകർക്കോ ഒന്നും പരിക്കില്ല, ആർക്കും ആളപായമില്ല. അത് മാത്രമല്ല, റോഡിലൂടെ നിരവധി വാഹനങ്ങൾ പോകുന്നതാണ്. അപ്പോൾ അതിൽ വാഹനങ്ങൾക്കോ മറ്റു കേടുപാടോ അല്ലെങ്കിൽ ആളുകൾക്ക് പരിക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും ഈ മതിൽ വീണുമായി ബന്ധപ്പെട്ട് ഏറെ നേരം അവിടെ ഗതാഗതക്കുരുക്കൊക്കെ ഉണ്ടായി. എന്തായാലും ഇപ്പോൾ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു സ്കൂളിന്റെ മതിൽ ഇത്രയും 3 തവണ ഇതുപോലെ 3 തവണ വീഴുന്നത് പറയുന്നത് വലിയ കഷ്ടം തന്നെയാണ്. അധികൃതർ ശക്തമായ നടപടി ഇതിനെതിരെ സ്വീകരിക്കുക തന്നെ വേണം. കാരണം ഇത്തരത്തിൽ കരാറുകാരൻ ഹോളോ ബ്രിക്സ് കല്ല് വെച്ചിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പണിതിരിക്കുന്നത് മതിൽ. എന്തായാലും മതിലിന് തീരെ ബലമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം 3 തവണയും ഒരേ മതിൽ ഇത്തരത്തിൽ വീഴുകയാണെന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഒരു ഉറപ്പുമില്ലാതെയാണ് കെട്ടുന്നത് എന്ന് പറയുന്നു. മാത്രമല്ല, ഈ മഴവെള്ളം റോട്ടിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള കാനയിലേക്കോ ഒലിച്ചു പോകാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഒഴുക്കി വിടാനുള്ള ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നും ഹാഷ്മി പറയുന്നുണ്ട്. ഓക്കെ, ഷാരിഖ് നവാസാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 3 തവണ ഒരേ മതിൽ പൊളിഞ്ഞു വീഴുക എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. പിന്നെ ചുറ്റുമതിൽ 6.5 കോടി എന്നൊരു പക്ഷേ അദ്ദേഹം തെറ്റിദ്ധാരണയിൽ പറഞ്ഞാവണം. 6.5 കോടിക്ക് ചുറ്റുമതിൽ പണിയാൻ അതെന്ന് തോന്നുന്നു സ്വർണത്തിന്റെ കട്ടയോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.